ഹായ് ഹലോ, ഞങ്ങൾ കോയമ്പത്തൂർ വരെ പോവാണ്. അപ്പോൾ ഞങ്ങൾ എക്സാം എഴുതാൻ പോകാമെന്ന് വ്യാജേന പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. വ്യാജേനൊന്നുമല്ല, എക്സാം ഉണ്ട്. ഞങ്ങളിപ്പോൾ തെന്മല എത്തി. തെന്മല വഴിയാണ് പോകുന്നത്. രാവിലെ കൊട്ടാരക്കരയിൽ നിന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ തെന്മല കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ കാട്ടിനകത്തൂടെ കാടിൻ്റെ വശ്യ സൗന്ദര്യമൊക്കെ ആസ്വദിച്ചുകൊണ്ട് പോവാണ്. മഴയുടെ ഒരു കുറവുണ്ട്. ചെറിയ മഴയോടുണ്ടായിരുന്നെങ്കിൽ കിടിലേ. ഞാൻ കണ്ടില്ല. പാട്ടാണോ ഉദ്ദേശിച്ചത്? പാട്ടില്ല. രാവണൻ പിടിച്ചോണ്ട് പോയപ്പോഴെങ്ങാണ്ട് മുകളിൽ നിന്ന് മിന്നലടിച്ചു. ആ മിന്നല് വള പോലെ എങ്ങാണ്ട് ഇദ്ദേഹം സീതയുടെ കയ്യിലൂടെ അങ്ങ് ചുറ്റി. അതാണ് മിന്നൽ വള. അതാണ് ഇദ്ദേഹം ഉദ്ദേശിച്ചതെന്നും പറഞ്ഞ് ഞാൻ അങ്ങനെയാണ്ടാ വായിച്ചത്. കൃത്യമായിട്ട് ഓർമ്മയില്ല, എഴുതിയിട്ടുണ്ട് അതൊക്കെ. അപ്പോൾ ഞങ്ങൾ 13 കണ്ണറ പാലത്തിനടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു വലിയ ലാൻഡ്സ്കേപ്പാണ്. ലാൻഡ്സ്കേപ്പ് അല്ല, ഒരു എന്താണ് സുവനീർ പോലെ നിൽക്കുന്ന ഒരു സംഭവമാണ്. ഒരു റൂട്ടിൽ പോകുന്നവരൊക്കെ ഇതിൻ്റെ ഫോട്ടോ എടുക്കാറുണ്ട്. ഇത് ട്രെയിനിൽ കൂടെ പോകുന്നതൊക്കെ. ഇതാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കലണ്ടറുകളിലൊക്കെ ഉള്ള 13 കണ്ണറ പാലം. ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഉള്ളതാണ്. Just a phantom, those with power skill. Jazz in the back alleys narrates the decay. Trumpets echo. KSRTC തന്നെ മാർക്കോപോളയാണെന്ന് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ശരിയല്ല, പക്ഷെ ഇരിക്കാനുള്ള സീറ്റിനൊന്നും വീതിയൊന്നുമില്ല. നമ്മൾ കുടിച്ചു ഭയങ്കര തണുപ്പാണെന്നാ പറയുന്നത്. സീറ്റിന്റെ അല്ല, നമ്മള് ഈ റേറ്റ് 25-24 രൂപ പറഞ്ഞു പുള്ളി പറഞ്ഞു. മറ്റേ അവിടെ പോയി നമ്മള് പേപ്പറൊക്കെ മാറും. അതിന് അപേക്ഷ കൊടുത്ത് പേപ്പർ മാറിയൊക്കെ ചെയ്യണം. അത്രേ ഉള്ളൂ. അത് ഈ പറഞ്ഞല്ല, അവരെ ഡ്രൈവിംഗ് സ്കൂൾ വരെ ഏൽപ്പിച്ചാൽ മതി. ചെക്ക് പോസ്റ്റ് ഒക്കെ കഴിഞ്ഞു. തമിഴ്നാട്ടിലേക്കുള്ള കേരള ചെക്ക് പോസ്റ്റ്. തെങ്കാശി 21 കിലോമീറ്റേഴ്സ്. ആക്ച്വലി കോയമ്പത്തൂർ പോകുന്നതിന് ഇതുവഴിയൊന്നും അല്ല പോണ്ടേ. ഇതിപ്പോൾ കറങ്ങിയാണ് പോകുന്നത്. എറണാകുളം വഴി പോണ്ടയാണ്. എറണാകുളത്ത് പണിയായിട്ട് അങ്ങോട്ട് പോയില്ല. പിന്നെ എങ്ങനാ കുമ്പളി വഴി പോകാം, അതും പോയില്ല. എസ് വളവ് എന്നൊരു വളവിലെത്തി. എസ് വളവ് അങ്ങനെ എസ് ബെൻഡ് എത്തി. എസ് വളവ്. ലോറിക്കാരുടെയൊക്കെ പഴയ പേടി സ്വപ്നം. ഇപ്പൊ വലിയ പേടി സ്വപ്നമൊന്നുമല്ല. ശെന്തുരണി ഫോറസ്റ്റാ. ശെന്തുരണി എസ് ബെൻഡ് ആണേ. ലോറിക്കാരൊക്കെ തിരിഞ്ഞു പോകാനൊക്കെ പാടുപെടും. മന്ത്രി ശിവൻകുട്ടി വരുന്നു. അല്ല, മന്ത്രി ശിവൻകുട്ടി ഒന്നല്ലേ, നമ്പറില്ലാത്തവർ. റെയിൽവേ മേൽപ്പാലം. അങ്ങനെ ഒഫീഷ്യലി തമിഴ്നാട്ടിൽ നേരത്തെ വന്നെങ്കിലും ഇപ്പോഴാണ് തമിഴ്നാടിന്റെ പ്രകൃതി എത്തിയത്. ഇനി അങ്ങോട്ട് തമിഴ്നാടാണ്. കേരളം സ്നേഹിച്ച തമിഴ്നാട്. അതിന്റെ ഈ മേളിൽ നിന്ന് വരുന്ന സാധനം വന്ന് താഴെ മണ്ണിലിറങ്ങി അത് പിന്നെ വേരായി. അങ്ങനെ അങ്ങ് പടർന്ന് 4 ഏക്കറിൽ അത് കിടക്കുക. ആൽമരം. അയാൾ അവിടെ യാത്ര ചെയ്യുന്നതാണ്. അവിടെ അയാള് യാത്ര ചെയ്യുന്ന ഒരാളാ. ഒരു പയ്യനാ, ഒരു കൊച്ചു പയ്യൻ. ഈ കഥ പറയാം. തെങ്കാശിക്ക് 19 കിലോമീറ്ററും ചെങ്കോട്ടയ്ക്ക് 12 കിലോമീറ്ററും ഉള്ളത്. ഇപ്പോൾ ഇരട്ടിക ഇപ്പോൾ തമിഴ്നാടിൻ്റെ വീതികളിലൂടെ ചീറിപ്പാഞ്ഞ് അല്ല പതുക്കെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അടിപൊളിയാണ് പ്രകൃതി. വിശാലമായ പ്രകൃതി. ചെക്ക് പോസ്റ്റ്, പോലീസ്,
നമ്മുടെ വണ്ടി കിടപ്പുണ്ടായിരുന്നു മൂവാറ്റുപുഴ തെങ്കാശി KSRTC. പുളിയറ കഴിഞ്ഞു, പുളിയറ. ഇവിടെ നിന്ന് കൊടൈക്കനാൽ 245 കിലോമീറ്റർ ഉണ്ട്. നമ്മുടെ വണ്ടി വരുന്നുണ്ട് KSRTC, നമ്മുടെ വണ്ടി തിരുവനന്തപുരം ഫാസ്റ്റ്. എന്തായാലും കേരളത്തിന് വെളിയിട്ട് ഒരു ഫാസ്റ്റൊക്കെ കാണുന്നത് ഭയങ്കര രസമാണ്. 11 വർഷം മുമ്പാ. അന്ന് 1.5 ഏക്കറുണ്ട്, ഇപ്പൊ 4.5 ഏക്കർ. മരം ഇത്രയും നെൽപ്പാടങ്ങൾ എന്തായാലും ഇപ്പൊ കേരളത്തിൽ കാണാൻ പറ്റത്തില്ല. നാട്ടില് പത്തനംതിട്ടയിലൊക്കെ, പാലക്കാട് കാണുമായിരിക്കും. പാച്ചേറാണോ അവിടെ പോയി കിടക്കുന്നത്? ആണ്. ഇവിടെ തിരുവനന്തപുരം പത്മനാഭപുരം പാലസ് പോലെ ഇവിടെ ഒരു പാലസ് ഒക്കെ ഉണ്ട്, കേരള പാലസ്. എവിടാന്ന് അറിയില്ല, ഒളിഞ്ഞു കിടക്കാൻ നിന്നോ പത്രത്തിൽ വായിച്ചിട്ടുണ്ട്. ഒക്കെ നടുവിളിയാക്കിയിട്ട് ടൂറിസ്റ്റ് പ്ലേസ് ആയി. കേരളത്തിന്റെ സ്ഥലമായിട്ടാണ് കിടക്കുന്നത്. ഇതൊക്കെ പണ്ട് കേരളമായിരുന്നു. ദൂരെയൊക്കെ മറ്റേ ഫാൻ, അതായത് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഫാൻസ് ഒക്കെ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ വണ്ടി വരുന്നത് അങ്ങനെ ഞങ്ങൾ തെങ്കാശി കിട്ടി. തെങ്കാശി ബൈപ്പാസ് വഴി കയറിഞ്ഞ് പോന്നു. ഒരു പമ്പിൽ CNG കിട്ടി. അപ്പോൾ CNG അടിക്കുക. CNG ഇവിടെ 89 രൂപയാണ് 1 കിലോയ്ക്ക്. തെങ്കാശിയിൽ IT എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. IT അത് മധുര റോഡിലെ റൗണ്ട് അബൌട്ടിനടുത്താണ് CNG കിട്ടുന്നൊരു പമ്പുള്ള VVG പമ്പ്സ്. ചേട്ടൻ അടിച്ചു തരുന്നത് ഓക്സ്ഫോർഡ് മെട്രിക് ഹയർ സെക്കൻഡറി സ്കൂൾ. ദൂരെ മലകളൊക്കെ കാണാം, മലകളൊക്കെ. അപ്പം ഞങ്ങൾ തെങ്കാശി റൂട്ടിൽ നിന്ന് മധുര റോഡിൽ കയറി. NH 744 ആണിത്, NH 744. അപ്പോൾ അത് ഞങ്ങളിങ്ങനെ നേരെ കിടക്കുന്ന ഇഷ്ടം പോലെ സ്ഥലമുള്ള റോഡിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുക. അതിൻ്റെ സ്പീഡൊന്നുമില്ല. വിൻഡ് മില്ലൊക്കെ കാണാം, വിൻഡ് മിൽസ് ഒക്കെ സൈഡിൽ കാണാം. പക്ഷെ ഇവരുടെ NHകൾ വീണ്ടും പൊളിഞ്ഞു കിടക്കും. NHകളൊക്കെ പൊളിഞ്ഞു തുടങ്ങി ഇവിടെ. പണ്ട് നമ്മൾ തമിഴ്നാട് റോഡുകളായിരുന്നു മികച്ചതെന്ന് പറഞ്ഞു. എങ്കിലും ഇത് NH 744 ആണ്. മറ്റേ മധുരയിൽ കൂടെ ഉള്ള വേണം വഴിയുണ്ടല്ലോ, തിരുനെൽവേലിക്ക് പോകുന്നത്. ആ വഴി 4 വരി ക്ലാസിക്കാ. നമ്മൾ അങ്ങോട്ട് നിന്ന് കേരളത്തെ വിളിച്ചിരുന്നു. കരിമ്പാന്ന് തോന്നുന്നു, കരിമ്പല്ല, കോണാണോ? കോൺ. മധുരൈ 252, ട്രിച്ചി 285, ചെന്നൈ 615. നല്ല വീടാണ്. ഈ NH 744 എന്ന് പറയുന്നത് നമ്മുടെ കൊല്ലത്തുനിന്ന് ആരംഭിച്ച് മധുര വരെ പോകുന്ന നാഷണൽ ഹൈവേ ആണ്. നന്നായിട്ട് 4 വരിയൊക്കെ ആക്കാനുള്ള പദ്ധതിയൊക്കെ ഉണ്ട് കൊല്ലത്തുനിന്ന് അങ്ങ് വരെ. പിന്നെ നമ്മുടെ അവിടെ NH 66, അതായത് കൊല്ലത്തുള്ള NH, തിരുവനന്തപുരം മറ്റേ സേലം NH തുടങ്ങുന്ന NH ആണിത്. അത് 744 ഇതുവഴി പോയി മധുര വരെ ചെയ്യും. രാവിലെ സമയം ഏകദേശം 10:30 അതിന്റെ അതേ കഥ തന്നെയാണ് പടക്കളും. അതുപോലൊരു കഥ പക്ഷെ നല്ല രസമാണ്, കോമഡിയാ. ഇതിഹാസം നല്ല പടമായിരുന്നു. പിന്നെ ഇതിഹാസം കിട്ടുന്ന പടമല്ല, നല്ല ചിരിച്ചു മറിയാവുന്ന പടമാണ്. ഷൈൻ ടോമിനൊരു മാറ്റം ഉണ്ടായ ആ പടത്തില് അവനും ഇല്ലല്ലോ, അവളും അനുശ്രീ. അന്നൊക്കെ താരങ്ങളില്ലാതെ വിജയിച്ച ഒരു പടമാണ്. ഡയറക്ടറാണ് പിന്നെ പടമൊക്കെ ഇറങ്ങിയായിരുന്നു. ഇവിടെ എല്ലാം സ്പീഡ് ബ്രേക്കേഴ്സ് ഇങ്ങനെയാണ്. ഒരു സാധനം വെച്ച് പതുക്കെ പോവാം. തമിഴ്നാട്ടിൽ ഇഷ്ടംപോലെ വേപ്പ, അവിടെ എല്ലാം പുളിയും വേപ്പും. മരത്തോട്ട് സ്റ്റൈലല്ല, വേറെ മരമൊന്നും കിളിക്കത്തില്ല. ആൽമരങ്ങളുണ്ട്. ഇന്ത്യക്ക് UK-ലോട്ട് ഇന്ത്യക്ക് കുറഞ്ഞു. അവിടെ താമസിക്കാനും ഭയങ്കര ചെലവാന്ന് പറയാം. ഈ വർഷമൊന്നും ആരും പറഞ്ഞു കേട്ടില്ല. ആരും പുറത്ത് കാർണിവൽ അല്ല പോകുന്നുണ്ട്, ഇല്ലെന്നൊന്നും അല്ല. ഞങ്ങൾ അവിടെ തന്നെ ജർമ്മനിക്കൊക്കെ ഇപ്പൊ ആൾക്കാർ ക്യൂ നിൽക്കുക, പഠിക്കുന്നു, പഠിക്കുന്നു. 2 വർഷമൊക്കെ നിന്ന് പഠിച്ചങ്ങ് പോവാ.
രാജ്യം മാറിയെന്ന് തോന്നുന്നു. UK കാനഡയും വിട്ട് മറ്റു രാജ്യത്തിലൊക്കെ ആയിട്ട് സ്വീഡനിലൊക്കെ പോകുന്നുണ്ട്. സ്വീഡൻ 3 പേർക്ക് LSS USS വിജയികളായി. അവരുടെ ഒരു പോസ്റ്റർ തയ്യാറാക്കണം. അപ്പം നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാവരുടെ കയ്യിലുണ്ടല്ലോ. നിങ്ങളുടെ സ്കൂൾ ശ്രീനാരായണ ഗുരുവായൂർ തന്നെ അല്ലേ എന്ന് ചോദിച്ചിട്ട് ഒരു പോസ്റ്റർ ഉണ്ടാക്കിയത്. കുറച്ചുകൂടെ കഴിയുമ്പോ എക്സാക്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും വരാൻ പോകുന്നത്. പിറ്റേന്ന് പരീക്ഷയ്ക്ക് വരുന്ന ക്വസ്റ്റ്യൻ തലേന്ന് വരുമായിരിക്കും. AI കൊണ്ട് തരും. റെവല്യൂഷനാണ് ഇത്. ആക്ച്വലി അങ്ങോട്ടും പോകുമ്പോഴേ ഈ പണ്ട് സിനിമയെ പറഞ്ഞ പോലെ നമ്മളെയൊക്കെ ഓവർ പവർ ചെയ്യുന്ന പരിപാടി എത്തും. അല്ല, ഇപ്പൊ തന്നെ വിയറബിൾ AI വന്നല്ലോ. മെറ്റയുടെ കണ്ണാടി കേരളത്തിൽ ഇപ്പൊ അത് ട്രെൻഡ് ആയല്ലോ. മെറ്റയുടെ കണ്ണാടി കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ ഒരു വാർത്ത നടക്കുന്നുണ്ട്. അത് സത്യം അറിയത്തില്ല. അതായത് ആ ഏതോ ഒരു AI ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ആ AIയുടെ ഉപയോഗം നിർത്തിയാൽ നിങ്ങളുടെ രഹസ്യങ്ങൾ ഞാൻ പുറത്താവും. പരിപാടിക്ക് ഓരോരോ AI. അല്ല, എന്നാലും ഇതേപോലെ ChatGPTയുടെ കൂട്ട് ജെമിനി, ChatGPT എന്തോ ഓരോ പർപ്പസിന് ഓരോ AI ഉണ്ട് ഇപ്പൊ. അല്ല, അത് വേറെ പോസ്റ്ററിനായാലും ഡിസൈനിങ് ആയാലും ഒക്കെ. അല്ലാതെ ഇത് എല്ലാത്തിനും കൂടെ ടോട്ടൽ AI എന്ന് പറയുന്ന സാധനങ്ങൾ മോസ്റ്റ് കോമൺ. ഈ ഗ്രോക്കോ ഗ്രോക്ക് ജെമിനി ആണ് ഹിറ്റ് ആയി പോകുന്നത്. വിയോ ആണ് ഹിറ്റ്. വിയോ ഏതാ? വീഡിയോ എഡിറ്റിംഗ്. ഇറങ്ങിയാണ് കണ്ടില്ല. ആരാണ്ടൊരു 5 മിനിറ്റ് സിനിമ ഉണ്ടാക്കിയത് AI വെച്ചിട്ട്. ജഗതിയൊക്കെ കൊണ്ട് അഭിനയിക്കാൻ പറ്റുമല്ലോ. ഈ ഇൻസ്റ്റായിൽ ഇപ്പൊ കൊറേ വീഡിയോസ് വരത്തില്ലേ, അമ്മച്ചമാര് ബൈക്ക് ഓടിക്കുന്നതൊക്കെ. മനസ്സിലാവും. വാഴയുടെ ഒക്കെ ഞാൻ വെച്ച വാഴ കളറ് ഇത് കൊറേ ചീത്തയെ വിളിപ്പിച്ചിട്ട്. അല്ല, ഇത് നമുക്കത് മനസ്സിലാകാനുള്ള കുറച്ചുകൂടെ കഴിയുമ്പോഴേ മനസ്സിലാകാത്ത കാലം വരും. പക്ഷെ നമുക്ക് സ്കൂളിൽ ചെയ്യാവുന്ന കുറെ കാര്യമുണ്ട്. ഈ എന്താ പറയുന്നത്, ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ സ്കൂളിന്റെ ഒരു പരിപാടി, അതിനുള്ള പ്രോംപ്റ്റ് ഉണ്ട്. ഈ വിയോയിൽ അതങ്ങ് അടിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് സംഭാഷണം മാത്രം നമ്മൾ എഴുതി കൊടുത്താൽ മതി. ന്യൂസ് റീഡിങ് ആള് വന്ന് നമ്മളെ എഴുതി കൊടുക്കുന്ന കണ്ടന്റ് അങ്ങ് വായിച്ചിട്ട് പോകും. അതായത് നാളെ നമ്മുടെ സ്കൂളിൽ ഓണപരിപാടി നടക്കുകയാണ്, എല്ലാവരും പങ്കെടുക്കണം. അതൊരു വെറൈറ്റി അല്ലേ? അതിനകത്ത് ഇങ്ങനെ എഴുതുന്നേ, എ ലേഡി വിത്ത് ബ്ലൂ സാരി ആൻഡ് ഇയറിംഗ്സ് എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുന്നത്. അതായത് രൂപത്തോടെ സാദൃശ്യമുള്ള മനുഷ്യൻ കാണും, ഏതെങ്കിലും ഒക്കെ കാണുമായിരിക്കും. ഇത് എല്ലാം എടുക്കുന്നത് ഏതെങ്കിലും ഒരു പല ഇമേജ് സെൻസ് ചെയ്തിട്ടാണല്ലോ ഇവരെല്ലാം തയ്യാറാക്കുന്നത്. ഈ ഗൂഗിൾ ഫോട്ടോസിന്റെ കയ്യിൽ ഇനി ഏത് മനുഷ്യന്റെ ഫോട്ടോയെ ഇല്ലാത്ത അവരപ്പൊ എന്തുമാത്രം ഡേറ്റാബേസ് വെച്ച് പഠിച്ചിട്ടായിരിക്കും ഫോട്ടോ. എനിക്കൊന്ന് ഗൂഗിൾ ഫോട്ടോസ് ഇല്ല. ചൈനക്കാരുടെ കാണുന്നില്ല, കാണാത്ത ചൈനയുടെ നോർത്ത് കൊറിയയുടെയും കാണത്തില്ല, ഇറാന്റെ ചിലപ്പോ കാണത്തില്ല. ഇറാനി ഫേസ്ബുക്ക് ഉണ്ടോ? ഫേസ്ബുക്ക് അല്ല, ഗൂഗിൾ ഉണ്ടാവും. നോർത്ത് കൊറിയയിലില്ല, ഗൂഗിളും ഇല്ല. പക്ഷെ ചൈനയിൽ ഗൂഗിൾ എടുക്കാം, VPN ഉപയോഗിക്കാം. അവർ നമ്മളെ പോയിട്ട് യൂട്യൂബില് ഇവര് അപ്ലോഡ് ചെയ്യൂല അന്ന് തന്നെ. യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യണമെങ്കിൽ VPN വെച്ചല്ലേ പറ്റൂ. യൂട്യൂബ് ഗൂഗിളിന്റെ അല്ലയോ, അവിടെ നിൽക്കുമ്പോ തന്നെ ഒരു അപ്ലോഡ് ചെയ്യുമല്ലോ. അപ്പം അത് പറ്റുന്നുണ്ട്. നമ്മുടെ മലയാളി പിള്ളേരൊക്കെ ഒത്തിരി ഇല്ലേ പഠിക്കുന്നത് ചൈനയില് മെഡിസിൻ പഠിക്കാനൊക്കെ പോകുന്നില്ല ഇപ്പൊ. പക്ഷേ ഈ ഇറക്കുമതിയാണ്. എന്നുവെച്ചാ ആചാര്യൻ അവിടെ പോകുന്നു, ആചാര്യൻ അവിടെ പോയിട്ട് പുതിയ പ്രോഡക്ട്സിന്റെ ലിങ്കുകൾ കാണിച്ചു തരും. അപ്പൊ അതൊരു 10 പീസ് വേണമെന്ന് പറഞ്ഞാൽ അച്ചാച്ചൻ ഇറക്കി കൊടുക്കും. അപ്പൊ എല്ലാരും എന്ത് എടുക്കണ്ട, ലൈസൻസ് എടുക്കണ്ട, ഇമ്പോർട്ട് ലൈസൻസ് എടുക്കണ്ട. ദുബായ് വഴിയൊക്കെ വരുന്നെന്ന് തോന്നില്ല. അല്ല, ചൈനയിൽ നേരിട്ട് ഇറക്കുന്നുണ്ടോ? അതിനുള്ള ഡ്യൂട്ടി എടുക്കണമെന്നുള്ളതാണ് നേരായ വഴിയിൽ. ഈ ടാക്സ് ഇതുപോലെ നിൽക്കുന്നോണ്ടാ. നമ്മൾ കഴിഞ്ഞ ദിവസം ആരാണ്ട് പറഞ്ഞ ഇന്ത്യയിൽ നമ്മളെ കൊടുക്കുന്നതിന്റെ നമ്മള് ശമ്പളത്തിൽ നിന്ന് നമ്മൾ ടാക്സ് കൊടുക്കുന്നുണ്ട്, പിന്നെ നമ്മള് സാധനം മേടിക്കുമ്പോൾ നമ്മൾ വീണ്ടും ടാക്സ് കൊടുക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ കിട്ടുന്ന ശമ്പളത്തിന്റെ 60% നമ്മൾ എന്തായിട്ട് കൊടുക്കുക, ടാക്സ് ആയിട്ട് കൊടുക്കുവാണെന്ന് പറഞ്ഞ ഒരാള് സംസാരിച്ചു. പക്ഷെ അത് നമുക്ക് യഥാർത്ഥത്തിൽ അത് ചെയ്യണം. ബിസിനസ്സുകാർക്ക് അങ്ങനെ ഉണ്ട്. ഏതാ, ഒരു ഫോൺ മേടിച്ചാൽ GST ബില്ലിംഗ്
അവര് അടുത്ത തവണ അടയ്ക്കുന്ന GST കുറഞ്ഞു കിട്ടും. അതായത് 1,00,000 ഫോൺ എടുത്തു, 18,000 രൂപ അവന് GST അതിനകത്ത് ഫോണിൽ പിടിച്ചു എന്ന് വെച്ചോ. ആ 18,000 രൂപ അടുത്ത തവണ അയാളുടെ സാധനം എടുക്കുമ്പം ഗവൺമെന്റിന് 18,000 രൂപ അടയ്ക്കണ്ട. ഇത് ചാലിയാക്കാം. അങ്ങനെ ഇപ്പൊ നമ്മളെ വണ്ടി റിട്ടേൺ ചെയ്യുമ്പോഴേ കാറിന്റെ കൊടുക്കണമെന്ന് പറഞ്ഞില്ലേ റിട്ടേൺ ഇപ്പൊ അതിന്റെ അന്വേഷിക്കണം. പറയട്ടെ 14,000 രൂപ കുറഞ്ഞു കിട്ടുമല്ലോ. അതുപോലെ ഇത് നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ ടാക്സ് അടയ്ക്കുന്നില്ലേ, ആ ഇൻകം ടാക്സുമായിട്ട് GST ബന്ധിപ്പിക്കണം. നമ്മൾ അടയ്ക്കുന്ന സാധനങ്ങളുടെ വിലയും കൂടെ വെച്ചിട്ട് അതൊന്നും ആയിട്ടില്ല. അല്ല അതുകൂടെ ആയാലോ നമുക്ക് ഈ ടാക്സ് കുറഞ്ഞു കിട്ടും. പക്ഷെ അതൊന്നും സർക്കാരിന് നഷ്ടമില്ല, ചെയ്യത്തൊന്നുമില്ല. അങ്ങനെ ഇപ്പൊ ആക്ച്വലി ഒരു 60% ആൾക്കാരും ഗവൺമെന്റ് ഉദ്യോഗസ്ഥരും ടാക്സിന് പുറത്തായി. അല്ല അടുത്ത വർഷം തൊട്ടേ വരുത്തോളൂ, ഈ വർഷത്തേക്ക് വന്നില്ല. ചിന്താമണി സ്ഥലത്തിലാകുന്ന ചിന്താമണി കൊലക്കേസിലായിരിക്കും ഒരു ടൗണിലൂടെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക. ചെറിയ ടൗണാ, വാസുദേവനല്ലൂർ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. എന്നാൽ ഈ സ്ഥലപ്പേര് ചിന്താമണി എന്നാണ്. ഇപ്പം കണ്ണില് മൈക്ക് കൊണ്ടിട്ട് പുള്ളി തമാശയായിട്ടൊക്കെ എടുത്ത് കളഞ്ഞില്ലേ. അല്ല അയാളെ വിളിച്ച് സോറിയൊക്കെ പറയാൻ വിളിച്ചു. അതൊക്കെ റെക്കോർഡ് ചെയ്തിരുന്നത് മോഹൻലാലിനോട് ചോദിച്ചിട്ടായിരിക്കും. അല്ല മോഹൻലാലൊക്കെ പേടിക്കത്തില്ലേ, അയാളോട് സംസാരിക്കാൻ പറ്റുമോ? പെട്ടെന്ന് പറഞ്ഞ തീർത്ത് പോവില്ലേ അയാള്. അത് മോനെ കുഴപ്പമൊന്നുമില്ല, അങ്ങോട്ട് പോലെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. വാസുദേവനല്ലൂർ എന്ന സ്ഥലമാണ്. വാസുദേവൻ ബസ് സ്റ്റാൻഡ്, അത് ബസ് സ്റ്റാൻഡ്. ടൗണുകളെല്ലാം ആൾക്കാരാണ്, അതുകൊണ്ട് കൺജസ്റ്റഡാണ് വഴിയൊക്കെ. ഇങ്ങനെയുള്ള ഡിവൈഡർ ആക്ച്വലി അപകടമല്ലേ, തുടങ്ങുന്നിടത്ത് തിരിച്ചു തുടക്കത്താണ് അതിന്റെ അപകടം, ബാക്കി സേഫാ. ദൂരെ മലയോരങ്ങളാണ്, മലകളാണ് ദൂരെ. അവിടെയൊക്കെ നല്ല രസമാണ്, അപ്പുറം ഇപ്പുറം എല്ലാം മരങ്ങൾ. മധുരയ്ക്ക് 122 കിലോമീറ്റർ ഉണ്ട്, പക്ഷേ മധുര നമ്മൾ ടച്ച് ചെയ്തില്ല. അപ്പോൾ റോഡങ്ങ് സ്ട്രേറ്റ് കിടക്കുക, 10-9 കിലോമീറ്റർ ഓടണം. മലനിരകളാണ് അപ്പുറം എല്ലാം, അങ്ങനെ വരച്ച് വെച്ച പോലെ ഉണ്ട്. രസമാണ്, ഏക്കർ കണക്കിന് കൃഷിയുടെ. സിയാസ് പോകുന്നുണ്ട്, സിയാസിന് ഓവർടേക്ക് ചെയ്യാൻ പോകും. കാളവണ്ടി കണ്ടുണ്ടോ? കാളവണ്ടി ടയർ, റബ്ബർ ടയർ വെച്ച് കാണും. അണ്ണൻ്റെ SCTC വണ്ടിയാണ്, അണ്ണൻ്റെ തെങ്കാശി വണ്ടിയാണ്, ചെങ്കോട്ട വണ്ടിയാണ്. തെങ്ങിൻ തോട്ടങ്ങളാണ് ഇഷ്ടം പോലെ ഉണ്ട്. കേരളത്തിലുണ്ടായ പോലുള്ള തെങ്ങിൻ തോപ്പുകൾ എല്ലാം തമിഴ്നാട്ടിലാണ്. സുഖം ഇങ്ങനെ വണ്ടി ഓടി ഇങ്ങനെ വൻ. പാപനാശം എന്ന് പറയുന്ന സ്ഥലത്താണ് മറ്റേ ദൃശ്യത്തിൻ്റെ തമിഴ് ഇറങ്ങിയില്ലായിരുന്നു, അവിടെ കണ്ടായിരുന്നു സെറ്റ്. അല്ലെങ്കിൽ ആ സ്ഥലമൊക്കെ ആയിരുന്നു പറയുന്നത്. അതോ പാപനാശത്ത് ധ്യാനത്തിന് പോയെന്നെങ്ങാണ്ടാണ് പറയും. ഗൂഗിൾ മാപ്പ് നോക്കിയ അനുസരിച്ച് ഇല്ല മലയൊക്കെ ഉണ്ടല്ലോ, അത് നമ്മുടെ പെരിയാർ നാഷണൽ പാർക്കിൻ്റെ ബോർഡറാണ്. അതിനപ്പുറം ആക്ച്വലി കേരളമാണ്, തേനി, കുമളി അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളാണ്. രാമക്കൽ മേട് എന്നൊക്കെ എഴുതി വെച്ചേക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഏരിയ ആണ്. ബാക്കി എടുക്കാൻ പോകുന്ന ഗേൽ വണ്ടിയാണ്, ഗേൽ വണ്ടി അതായിരിക്കും. തന്നെ വേറൊരു പതിപ്പായിട്ട് കൺസ്ട്രക്ഷൻ മേഖലയ്ക്ക് വേണ്ടി ഇറക്കിയത് അതാണ് ടിപ്പർ എന്ന് നമ്മൾ പറഞ്ഞു. അത് രണ്ടും എന്തോ പവറാന്നറിയാം വണ്ടി. ടിപ്പറിന് വരപ്പോ എന്താ ഇറങ്ങുന്നത്? അല്ലാതെ ഈ ലൈലാൻഡിന്റെ ഒക്കെ അല്ലാത്ത കുരിശുമൂടൊക്കെ ഉണ്ട്, കുരിശുമൂട്. ശിവഗിരിയാ, തെങ്കാശി മധുര ബസ്സാണ്. ശിവഗിരി ബസ് സ്റ്റാൻഡ് അങ്ങോട്ടാണ്, തമിഴ്നാട്ടിലെ ശിവഗിരി. സ്ഥലം മേടിച്ചിട്ടായിരുന്നു, അപ്പോൾ ഇട്ടിട്ട് പിന്നെ അങ്ങോട്ട് അദ്ദേഹത്തിൻ്റെ അങ്ങ് വിറ്റു. മറ്റവരുടെ ഇപ്പോഴും അവിടെ കിടപ്പുണ്ടോ
നോക്കാൻ പോലും പോകാറില്ലല്ലോ ആ സ്ഥലമൊന്നും. പാറ പൊട്ടിക്കുന്നുണ്ടോ? ഇല്ല, പൊട്ടിച്ച് കഴിഞ്ഞായിരിക്കും. അല്ല അവർക്കപ്പം ആ മറ്റേ പുള്ളി വിട്ടിട്ടേക്ക് പോകുന്നു, ബ്ലൂഫിറ്റ് നോക്കാതെ വിട്ടിട്ട് പോകുന്നു. ഇത് അമ്പലം. നല്ല ചൂടുണ്ട്, നല്ല വെയിലാണ്. ഇങ്ങനെ ഇവിടെ കേരളത്തിൽ പക്ഷേ ഇപ്പം മഴക്കാലവും മഴയൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനെ നല്ല മഴയാണ്. പക്ഷെ ഇങ്ങോട്ട് മാറിയപ്പോൾ ഇത് പ്രകൃതി അങ്ങ് മാറി. നല്ല വെയിലാണ്, നല്ല പൊള്ളുന്ന വെയിലാണ്. 50 കിലോമീറ്റർ മാറിയപ്പോഴേ കൾച്ചർ മാറി, കാലാവസ്ഥ മാറി കേരളത്തിൽ നിന്ന്. റോഡിങ്ങനെ കിടക്കുക, നമ്മളിങ്ങനെ അത് കയ്യും താടി കൂട്ടി ഇങ്ങനെ അങ്ങ് വണ്ടി ഓടിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇങ്ങനെ അങ്ങ് പോയിക്കൊണ്ടിരിക്കുക. ഡോറ് തുറന്ന് കിടക്കുന്നു ചേട്ടാ, വല്ലതും താഴെ പോകത്തില്ലേ? സാധനമൊക്കെ താഴെ പോകും ചേട്ടാ, ഒരാളുണ്ട്. ഒക്കെ ഉണ്ട് പോലീസ്. 298 കിലോമീറ്ററൂടെ പോകണം. വൈകുന്നേരം 4-5 മണിയാവും എത്താൻ. അതെ, രാത്രി 10 മണിയാവും. കാരണം എത്തിയല്ലേ പോകും. അല്ല 300 കിലോമീറ്റർ ഇനിയില്ലേ? പക്ഷെ എറണാകുളം വഴി പോവാണെങ്കിൽ നമ്മൾ 6 മണിക്കുണ്ടെങ്കിൽ എന്തായാലും 6 മണിക്കേ ഉള്ളൂ. ഇപ്പൊ പണിയാനറിയത്തില്ല. പണ്ടേ അവിടെ നമ്മുടെ വീടിനടുത്ത് ബന്ധുക്കാരും വരും. രാവിലെ 6 മണിക്ക് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ഒരു 12, 2 മണി 3 മണിയാകുമ്പോഴേക്കും വരും. ഇടയ്ക്കൊന്നും സ്റ്റോപ്പ് ചെയ്യത്തില്ല അവര്. 1-2 സ്റ്റോപ്പ്. നമ്മളാകെ എന്തിനാ സ്റ്റോപ്പ് ചെയ്തപ്പോ? പക്ഷെ എന്നിട്ട് ഇത്രയും കിലോമീറ്റർ അല്ല, നമ്മൾ പിന്നെ തമിഴ്നാട് കണ്ടുപോകാൻ വേണ്ടി. അതുകൊണ്ടാ നമ്മൾ അതുവഴി പോകുന്നേക്കാൾ 100-150 കിലോമീറ്റർ കൂടുതലാ ഇത്. അതുവഴി പോകാൻ പറ്റത്തില്ല. ചാലക്കുടിയിലൊക്കെ ഒന്നും വാർത്ത കേൾക്കത്തില്ല, 1 മണിക്കൂറൊക്കെയാ ബ്ലോക്ക്. കഴിഞ്ഞ ദിവസം ഗവർണർ അങ്ങാണ്ട് വന്നപ്പം ആ ബ്ലോക്കിനെ ഒഴിവാക്കാൻ 1 വേ തെറ്റിച്ച് വന്നൊരു വാർത്തയൊക്കെ ഉണ്ടായിരുന്നു. പോസ്റ്റൊക്കെ മാറുന്ന പരിപാടിയൊക്കെ. രാജപാളയം ടൗണിനകത്ത് നടന്നു. നമ്മളില്ലെങ്കിൽ അവിടെ കഴിഞ്ഞ പ്രാവശ്യം ഇതിലെ വീശി പൊറോട്ട കഴിച്ചത്. അവിടെ ഈ ഒരു ട്രെയിനിങ് പോലെ സ്ഥലത്തെങ്ങാണ്ട കഴിക്കാം. രാജപാളയം കഴിഞ്ഞൊരു സ്ഥലത്ത് ഞങ്ങൾ ജ്യൂസ് കുടിക്കാൻ പറ്റും. ജ്യൂസ് എത്രയും തരത്തിലുള്ള ജ്യൂസ് ഉണ്ട്. പൈനാപ്പിൾ ഉണ്ട്, ഓറഞ്ച് ഉണ്ട്. 30 രൂപ. 30 രൂപ. മലയൊക്കെയാണ്, രസമാണ് അവിടെയൊക്കെ. വേറൊരു ലൈഫ് സ്റ്റൈലാണ്. വണ്ടി ഇവിടെ കിടപ്പുണ്ടേ. വണ്ടി ഇങ്ങനെ അടിച്ചു പൊളിച്ച് കിടക്കുക. അന്നത്തെ 744-ൻ്റെ സൈഡിൽ. ഇതിലൊക്കെ ഓടിച്ച് അപ്പച്ചന്മാർ. സാത്തുക്കുടി അതാണിപ്പോൾ ജ്യൂസ് എടുക്കും. ഒരു ഷമാമും കൂടെ തരണേ. ഇതുക്കപ്പുറം ഒരു ഷമാമും കൂടെ. ഇതുക്കപ്പുറം ഇതുക്കപ്പുറം വേണോ? ഷമാ വേണോ? ഇത് മറ്റേ ലോക്കലല്ലേ? പോളറൈസ്ഡ് അല്ല. അപ്പോൾ തമിഴ്നാട് വണ്ടിയാണ്. രാജപ്പാളയം പോവാ. രാജപ്പാളയം നാഷണൽ വണ്ടി TVS. അപ്പോൾ അണ്ണൻ്റെ വേറെ വണ്ടി വരികയാണ്. ഇതെങ്ങോട്ടുള്ളതാണ് വായിക്കാൻ വയ്യ. ശ്രീവില്ലിപുത്തൂർ ഞാൻ തോന്നുന്നു. ശ്രീവില്ലിപുത്തൂർ. ഇത് ഷമാമിൻ്റെ ജ്യൂസ് 30 രൂപ. കൊള്ളാം, ഇഷ്ടപ്പെട്ടോ? ഇന്ന് തുടങ്ങിയ കടയാ. ഞങ്ങളാണ് ഫസ്റ്റ് കച്ചവടക്കാർ. അല്ല, സാധനം മേടിച്ചു. പോട്ടെ. നമ്മളങ്ങനെ NH44 കയറാൻ പോകും. അതായത് കന്യാകുമാരിയിൽ നിന്ന് വരുന്ന ഗോൾഡൻ കൂട്ടിലോട്ടൽ ആ റോഡിലോട്ടാകുമ്പോൾ പോകുന്നത്. മധുര വഴി അങ്ങോട്ടാ ചെന്നൈക്കാന്ന് പോകും, ബോംബെക്കോ എങ്ങോട്ടോ പോവാ.
അപ്പോൾ നമ്മൾ 4 വരി പാതയിൽ കയറി. ഓ, ഫോണിൽ കൂടെ കാണുമ്പോൾ എന്നാ രസമാണ്, നേരിട്ട് കണ്ടാലും രസമാണ്. ഇങ്ങനെ കിടക്കുമായിരിക്കും. 4 വരി പോയാൽ 80 പോയാലോ, വേണ്ട 60 പോയാൽ. ഇനി 42 കിലോമീറ്റർ ടോളുണ്ട്, ടോൾ. വെട്ടിച്ചെടുക്കാൻ പറ്റും. ഇവിടെ പറ്റത്തില്ല, ഇതിലേക്കിടൊക്കെ വഴിയുണ്ട്. ഇവിടെ മാക്സിമം സ്പീഡ് എത്രയാണ്? 100 90 ടോളില്ല, അടച്ചേക്കുക, തുടങ്ങുന്നേ ഉള്ളൂ. നമ്മൾ തിരുവനന്തപുരത്തൂടെ പോയപ്പോൾ ഒരു ടോൾ ഉണ്ടായിരുന്നേ, കോളത്തിനടുത്ത് 160 രൂപ എടുത്തു. ആകെ 10 കിലോമീറ്റർ പോയി. തിരിയുന്നിടത്തെത്തി. മുകളിലൂടെ എണ്ണച്ച, മറ്റേ മുമ്പേ വന്ന എണ്ണച്ച. നമ്മൾ പിന്നെ ആ ഒരു പണി കിടക്കുന്നതുകൊണ്ട് വേറെ വഴിയാണ് ഇവിടെ വന്നത്. അത് ബോംബെക്കോ ചെന്നൈക്കോ ഒക്കെ പോകുന്നത്. എന്നെ ചെന്നൈക്കൊന്നും അല്ല, അങ്ങോട്ടാ പോകുന്നത്. അങ്ങോട്ട് പോയി കിട്ടിയില്ല, അതോടങ്ങ് പോയത്. തിരുവല്ല മധുര വണ്ടി ആയിരിക്കും, കൊല്ലം മധുര. മധുരൈ സിറ്റിക്കകത്തോട്ടൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ മധുര ഔട്ടറിലൂടെ ആയിരിക്കും. ഒരു ടോൾ ബൂത്ത് ഉണ്ട്, റെയിൽവേ ട്രാക്ക് ഉണ്ട്, റെയിൽവേ ട്രാക്ക്. അപ്പോൾ അവിടെ ഭയങ്കര തിരക്കുണ്ട്. സിറ്റി ബസ്സാണ് മധുര. വണ്ടിയൊക്കെ പുറന്നോണ്ടൊക്കെ എടുക്കുന്നു. എന്താണ് പുറത്തോട്ട് എടുത്തില്ല, ഒമാരെ കയറ്റി വിട്ടല്ലോ. മധുരൈ കന്യാകുമാരി ടോൾവേ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇത് മധുരൈ കന്യാകുമാരി റോഡാണ്. ക്യാമറ ഇരിക്കുന്നുണ്ട് മുകളിൽ, ഭയങ്കര ഒരു ക്യാമറ. ഇതിലൊന്നും ആളില്ല, അതാ കോളേജ് വിട്ട് പിള്ളേർ പോവാം. CNG പമ്പ് കണ്ടു. പമ്പ് വെച്ച് പട്ടണം അടിച്ചിട്ടുണ്ട്, സോറി CNG അടിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഫുൾ ടാങ്ക് 163 പേര് ഓടി. വെള്ളമൊക്കെ ഉണ്ട്, വയലൊക്കെയാണ്. ഞങ്ങൾ ഉച്ചയ്ക്ക് കഴിച്ചില്ല, ഇനി കഴിക്കണം. കയറുകടയുണ്ട്. ഒരു പമ്പ് കിട്ടി, പമ്പിൽ CNG ഉണ്ട്. 86 രൂപയാണ് ഈ പമ്പിൽ വില, 86 രൂപ. വാടിപ്പട്ടി എന്നൊരു സ്ഥലമാണ്, വാടിപ്പട്ടി, ദിണ്ടിഗൽ റൂട്ടിൽ വാടിപ്പട്ടി. ആക്ച്വലി NH44 കേട്ടോ ഇത്. NH44 പോകുന്നത് നേരെ എങ്ങോട്ടാ, ബാംഗ്ലൂരിന് പോകുന്ന വഴിയായത്, ബാംഗ്ലൂരിന്. ഇങ്ങനെ വയലൊക്കെയാണ്, വയൽ കിടക്കുമൊക്കെ, ഏക്കർ കണക്കിന് സ്ഥലം, വയൽ. വണ്ടി ഇവിടെ ഇങ്ങനെ കിടപ്പുണ്ട്. വാടിപ്പട്ടി എന്ന സ്ഥലത്ത്, മധുരൈ വാടിപ്പട്ടി. നമുക്ക് നമ്മുടെ നാട്ടിലിപ്പോൾ ബസ് കോഡ് ഉള്ളതുകൊണ്ടേ, കളർ കോഡ്, ഇങ്ങനത്തെ വണ്ടിയൊന്നും കാണാനേ ഇല്ല. കളർഫുൾ വണ്ടീസ്. അതിനകത്ത് അണ്ണന്മാരുടെ വണ്ടിയെല്ലാം കളർഫുള്ളാണ്. അതുപോലെ പെയിൻറ്റും. ഫുഡ് കഴിക്കാൻ പോവാം, ടെമ്പിൾ സിറ്റി. അപ്പോൾ അങ്ങോട്ട് തിരിയണം. ടെമ്പിൾ സിറ്റിയിൽ ഒത്തിരി പൊടിയുണ്ട്, പൊടി ഇങ്ങനെയുള്ള എള്ളുപൊടി, ഇഡലിപ്പൊടി, അതുപോലെ ഒത്തിരി പൊടി. ഇതൊരു ബ്രാൻഡാണ്, ഒത്തിരി സ്ഥലത്തുണ്ട് ഈ ടെമ്പിൾ സിറ്റി എന്നും പറയും. സ്വന്തമായിട്ട് വെള്ളമൊക്കെ ഉണ്ട്, ഒത്തിരി സാധനമൊക്കെ ഇരിപ്പുണ്ട് ഇവിടെ വിൽക്കാനൊക്കെ. ദിസ് ഈസ് എ ഹോട്ടൽ. ഭയങ്കര തിരക്കാണ്. പ്രീമിയം സ്ഥലമാണ്.
ഫ്രൈ ആയിട്ട് വേണം. ഇത് പോതും ഇതൊക്കെ ഉണ്ട്. അവിടെ ഇങ്ങനെയൊക്കെയുള്ള സാധനമൊക്കെ കിട്ടും. സച്ചിന് പിന്നെ ഫുഡ് ഇവിടുത്തെയൊക്കെ പാടാം. അതുകൊണ്ട് ഉള്ളിയാണോ ഉള്ളി മാറ്റണോ? ചില്ലി പൊറോട്ട ഞാൻ ഓർഡർ ചെയ്തത് ചില്ലി പൊറോട്ടയാണ്. ബിരിയാണിയും പിന്നെ തൈര് വന്നു. സച്ചിന് റൊട്ടി, ബട്ടർ റൊട്ടി, പിന്നെ കറിയും വന്നു. ഈ കറി എന്ന് വെച്ചാൽ മറ്റേ എന്ത് വരുന്നത്? കറി എന്ത് വരുന്നു? മഷ്റൂം സ്പൈസി. അതിന് വന്ന ഇതൊക്കെ കാണാം. ഇത്രേ സംഭവങ്ങൾ കാണാം. എന്തുവാണ് ഇതൊക്കെ ഹോട്ടലുകളുടെയൊക്കെ ലിസ്റ്റാണ്. ബെസ്റ്റ് ഹോട്ടലുകളുടെയും ഓരോ സ്ഥലമൊക്കെയാണ്. കഴിച്ചു. ഞങ്ങൾ തിരിച്ച് ഡിണ്ടിഗൽ വഴി കോയമ്പത്തൂർ പോവാം. എന്ത് മേടിച്ച്? ഗ്യാസ് മുട്ടായി. പിന്നെന്താ മിൽക്ക് ഹലുവ. പേടയാണോ? പേടയുടെ വേറെ സാധനമായിരിക്കും. ഞങ്ങൾ എണ്ണച്ചിൽ ഇറങ്ങി. SH37 ഇപ്പം SH37 അല്ല. ഞങ്ങൾ ഒട്ടൻ ഛത്രത്തിന് പോകും. അതുവഴിയാണ് കോയമ്പത്തൂർ പോകുന്നത്. കുറച്ച് ഗ്രാമപ്രദേശമാണ്. റോഡൊക്കെ പക്ഷേ അടിപൊളിയാണ്. സെറ്റ് റോഡാണ്. അറിയിച്ചടിയാണ് റോഡിന് സൈഡിലെല്ലാം. കിലോമീറ്ററാണ്. ഏതോ ഒരു ഗ്രാമത്തിൽ കയറി. റോഡൊക്കെ ഇടിഞ്ഞ്. നമ്മളില്ല ശൃംഖല പറഞ്ഞത് എന്താ പറയുക? മെഡിസിൻ്റെ അപ്പോളോ. മധുരാവഴി. സൈഡിലെല്ലാം പൂക്കളാണ്. എന്തുവാ പരിപാടി എന്ന് അറിയത്തില്ല. വീണ്ടും നമ്മൾ നാഷണൽ ഹൈവേ 83 കയറാൻ പോവാം. സ്റ്റേറ്റ് ഹൈവേ നാഷണൽ ഹൈവേ പോവാം. നാഷണൽ ഹൈവേ 83 എവിടെ എങ്ങോട്ടാണെന്നും ചോദിക്കരുത്. അതൊന്നും അറിയില്ല. എന്തൊരു റോഡ് എന്ന് കിടക്കുവാ മോനെ. കിലോമീറ്റർ കണക്കിന് പണനെയൊക്കെ ഇതുവഴിയാണ്. 100-110 പറഞ്ഞു പോകാം. പക്ഷെ ഞാൻ 80 കോയമ്പത്തൂർ 110 മലയൊക്കെ ഇങ്ങനെ വരച്ച് വെച്ചേക്കുന്ന പോലെ മലയൊക്കെ. ഉണ്ട് ഐസുണ്ട്. ായി കിടക്കുന്നതാണ് ശാസ്ത്രജ്ഞർ അങ്ങനെ ഈ പ്രദേശത്തിന് മെഡൂസേഫ് രൂപീകരണം എന്ന് പേരിട്ടു. ഈ ശേഖരം ഭൂമധ്യരേഖയിലൂടെ ഏകദേശം 5000 കിലോമീറ്ററോളം വ്യാപിച്ചു കിടക്കുന്നുണ്ട്. എന്തായാലും ഫാനൊന്നും കറങ്ങുന്നില്ല. വിൻഡില് വിൻഡ് മില്ലില് സത്യം പറയാം. ഈ റോഡ് ഒരു മണിക്കൂറായിട്ട് 100 അല്ല 80 രൂപ. നല്ല റോഡാണ്. വലിയ സ്പീഡിലൊന്നും പോകരുത്. പക്ഷേ ടെസ്റ്റ് സ്പീഡ് നല്ല വണ്ടികളൊക്കെ ഉണ്ടെങ്കിൽ 150-ലൊക്കെ പോകാം. കൊള്ളാം. NH83 അല്ല 150 അങ്ങനെ പോകാൻ പറ്റുമല്ല. നിയമം അനുസരിക്കുന്ന സ്പീഡിലേ പോകാൻ പറ്റും. വീണ്ടും
തമിഴ്നാടിന്റെ ഗ്രാമത്തിലൂടെയുള്ള പോക്കാണ്. മൊത്തം വിൻഡ് മില്ല് പാടങ്ങളാണ്. വലിയ മതില് കാണും, പിന്നെ കുറെ പ്ലോട്ടുണ്ട്, വീഴൊന്നുമില്ല. അടുക്കി വെച്ച തെങ്ങിൻ തോപ്പുകൾ, മൊത്തം കൃഷിയാണ് ഇവിടെ. ഇത്രയും കാറ്റുള്ളതുകൊണ്ടായിരിക്കും ഇവിടെയൊക്കെ ഇത്രയും വിൻഡ്. വണ്ടി ഒരു 80-90 ആകുമ്പോൾ കാണുന്ന പോലെ തോന്നും. കാറ്റ് കൊണ്ടുകൊണ്ടായിരിക്കും കയ്യിൽ നിന്ന് ഇങ്ങനെ വാറുന്ന പോലൊക്കെ തോന്നും. വണ്ടി അവിടെ കിടപ്പുണ്ട്. ഞങ്ങൾ പൊള്ളാച്ചി എത്തിയിട്ടുണ്ട്. പൊള്ളാച്ചിയിൽ ചായ കുടിക്കാൻ വേണ്ടി വന്നതാണ്. ഇവിടെ കിടപ്പുണ്ട് അമുത സുരഭി എന്നൊരു സ്നാക്ക് ബാർ. കയറുന്നത് സ്വീറ്റ്സൊക്കെയാണ് മൊത്തം. നമ്മുടെ നാട്ടിലൊക്കെ തന്നെ നമ്മുടെ സ്വീറ്റ്സൊക്കെ ഇഷ്ടം പോലെ, മധുരം. കഴിയാനൊരു കമ്പനിയാണ് ടോട്ടൽ ഗ്യാസ് അല്ലേ ഗൈസ്. ഞങ്ങളിവിടെ ട്രാഫിക്കിൽ പെട്ടുപോയി. എവിടെയാണ്? പൊള്ളാച്ചി ടൗണിലെ ട്രാഫിക്കിൽ കിടക്കുകയാണ്. 4 വശവും വണ്ടി. അതിൽ ഞങ്ങൾ വന്ന വഴിയേ ഞങ്ങൾ നേരെ കൊല്ലത്തുനിന്ന് വണ്ടി എടുത്ത് അങ്കമാലി അല്ലെങ്കിൽ എറണാകുളം വഴി കോയമ്പത്തൂർ വരേണ്ടതാണ്. പക്ഷേ ട്രാഫിക്കും റോഡ് പണിയൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ തെങ്കാശി, അവിടുന്ന് മധുരൈ, ദിണ്ടിഗൽ, പൊള്ളാച്ചി വഴിയാണ് എങ്ങോട്ട് വന്നത്, കോയമ്പത്തൂർ വന്നത്. ദൂരം ഒരു 100 കിലോമീറ്റർ 150 കിലോമീറ്റർ കൂടുതല. പക്ഷേ ഫ്യൂവൽ എഫിഷ്യൻസി മറ്റേനേക്കാളും കുറവാണെന്നൊക്കെയാണ് ഗൂഗിൾ പറയുന്നത്. അതായത് അവിടെല്ലാം ബ്ലോക്കാണ്. കൂടുതലാണ്. അതെ, ഫ്യൂവൽ എഫിഷ്യൻസി കുറവല്ല, ഫ്യൂവൽ എഫിഷ്യൻസി കൂടുതലാണെന്ന്. പൊള്ളാച്ചി തമിഴ്നാട്ടിൽ പൊള്ളാച്ചിയിലെ ബ്ലോക്കാണ് മൊത്തം. വൈകുന്നേരം സ്കൂൾ വിട്ട സമയം. നമ്മളോട് വിദ്യാഭ്യാസമൊന്നും ഇവിടില്ല. ഞങ്ങളുടെ ജ്യോതി മെസ്സിൽ പണ്ട് പോയപ്പോൾ ഫുഡ് മേടിക്കാൻ വന്നായിരുന്നു. അത് ഞങ്ങളവിടെ കണ്ടിപ്പം. അന്ന് വന്നപ്പോ പക്ഷെ നമ്മുടെ കയ്യിൽ നിന്ന് അത് തൊട്ടില്ലെന്ന് പറഞ്ഞാൽ പോരുന്നതാ. നമ്മളിങ്ങനെ ബസ്സിനെ നോക്കി വന്നപ്പോൾ ഒരു ഡിവൈഡർ ഒറ്റ വെട്ടിയത് അയ്യോ അത് ഭയങ്കര ഇതായിരുന്നു. സ്ട്രേറ്റ് മത്സരിച്ച് പോവാ കേട്ടോ. ഇവന്മാരുണ്ടൂടെ കയറ്റി വിടുന്നില്ല ഇപ്പൊ. ചെറിയ വിളിക്കണ്ട അകത്തിരുന്ന്. കോയമ്പത്തൂര് ആൾക്കാരൊക്കെ ഓരോ സ്ഥലത്ത് പോകാനൊക്കെ വെയിറ്റിംഗ് ആണ്. രത്നം ഇൻസ്റ്റിറ്റ്യൂഷൻ IT പാർക്ക് കോയമ്പത്തൂർ. ജലാശയങ്ങൾ ഉള്ള രസകരമായ ആ വെട്ടമൊക്കെ വരുന്നുണ്ട്. ഒരു വെട്ടം ഇറങ്ങി വരുന്നുണ്ട്. കിടിലം. തിരക്കാണ്, സിറ്റി മൊത്തം തിരക്കാണ്. തമിഴ്നാട്ടിലെ 2ാമത്തെ വലിയ സിറ്റി ഇത്. ടൗണിലോട്ടൊന്നും പോകണ്ട. ഞങ്ങളെന്താ റൂം എടുക്കാനുള്ള പരിപാടി നോക്കുക. ഉള്ളവരുടെ ഒരു പ്രതിമയുണ്ട്. CMC എന്ന മെറ്റീരിയൽ കട്ട് ചെയ്ത അക്ഷരങ്ങളാണ്. അല്ല മെറ്റല് ആ കട്ടിങ്ങിന് പറയുന്നതാണ് CMC എന്നോ CNC. ആ ശരി. എല്ലാം തമിഴ് അക്ഷരങ്ങൾ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്.
തിരുവള്ളൂരാന്ന് തോന്നുന്നു. സിറ്റിക്കകത്തൂടാ പോകുന്നത്. നമ്മുടെ ആനവണ്ടി ഫ്രണ്ടിൽ പോകുന്നുണ്ട്. നമ്മുടെ കോയമ്പത്തൂറുണ്ട്. കുമരൻ സിൽക്സ്. ബിസി സ്ട്രീറ്റ്സ്. ഓഫീസിലൊക്കെ തിരക്കുണ്ട്. കുമരൻ സിൽക്സ് ഒക്കെ ഇങ്ങനെ അലങ്കരിച്ച് വെച്ചേക്കും അടിപൊളിയായിട്ട്. ഇഷ്ടം പോലെ കടകളാണ്. ന്യൂയോർക്ക് സിറ്റി ഇതുപോലാണോ? ന്യൂയോർക്കിൽ അങ്ങനെ ന്യൂയോർക്കിൽ അല്ല, അതല്ല, അതാ പറഞ്ഞത് ടൗൺ ഏരിയ മാത്രമേ ഉള്ളൂ. ന്യൂയോർക്ക്, ടൊറന്റോ. ആകാശം കാണത്തില്ല. അവന്റെ സ്പൈഡർമാൻ അവിടെ മാത്രമേ ജീവിക്കാൻ പറ്റൂ. അതൊന്നും പറ്റത്തില്ല. ദുബായ് അമ്പര ചുംബികളാണ് ഇവിടെ ലോക്കൽ. എന്നാലും വലിയ സിറ്റിയാ, പോപ്പുലേറ്റഡ് സിറ്റിയുവാ കോയമ്പത്തൂർ. ടൊറന്റോയിൽ ഞാൻ ചെന്നപ്പോഴേ ഇങ്ങനെ ഒരു വരി ഇങ്ങനെ പോന്നു, അതിന് പാരലായിട്ടൊരു വരി, അങ്ങനെ അതിന് കുറുകെ എല്ലാം പാരലായിട്ട് വരികള്. നല്ല വീതിയുള്ള റോഡുകളുവാ. വീതി ഇത്രയും ഇതൊക്കെ ഉള്ളു. തിരക്കുണ്ടോ? തിരക്കോ ജനങ്ങ് നടക്കൂല്ല ഇങ്ങനെ നടന്ന്. ഇതുപോലെ ബിസി സ്ട്രീറ്റ്. പിന്നെ കാരണം ടൗൺ സെന്റർ എന്ന് പറയുന്നത് സിറ്റി സ്ക്വയർ എന്നൊക്കെ പറയുന്ന സംഭവം. കോട്ടയം നഗരത്തിലൂടെ പോകുമ്പോഴും ഇതുപോലെ കുറച്ച് സ്ഥലമുണ്ട്. അപ്പുറം ഇപ്പുറം എല്ലാം ആ കടകൾ. ഇവിടെ അങ്ങ് കടകളാണ്, ഇഷ്ടംപോലെ ബിസിനസ് സെൻറ്റേഴ്സാണ്. നൂറുകണക്കിന് കിലോമീറ്റർ ഒന്നും ഇല്ലാതെ നമ്മൾ വന്നു. ഇവിടെ വന്നാൽ മൊത്തം കടകൾ മാത്രം. ജനമെല്ലാം ഇവിടെ ഉണ്ട്. നല്ല ജനത്തിൻ്റെ ഭൂരിപക്ഷം ഇവിടെ തന്നെ കാണും. അവിടെ ഈ ടൊറന്റോ ഇങ്ങനെ അതായത് നമ്മൾ ബുക്ക് ചെയ്ത് 5 മിനിറ്റിനുള്ളിൽ ഇനി വരുവാ ഊബർ. അതെല്ലാം ഈ സിക്കുകാരാണ്. അങ്ങനെ എല്ലാ വിഭാഗക്കാരുണ്ട്. സിക്കുകാരുണ്ട്, ബാക്കി പാകിസ്ഥാൻകാരുണ്ട്. വൺവേ ആണെന്ന് വെച്ചാൽ അവിടെ കയറുന്നുണ്ടല്ലോ, പോകുന്നുണ്ടല്ലോ. വെച്ചിട്ടുണ്ട് ക്യാമറ. അവിടെ ഒരു ഡിസ്പ്ലേയും വെച്ചിട്ടുണ്ട്. അതേ സ്ഥലത്ത് ന്യൂയോർക്കിലും ഉണ്ട്. ഇപ്പൊ നമ്മളിപ്പോ ഇവിടെ നിന്ന് ഇങ്ങനെ അതിനകത്തോട്ട് നോക്കിയാ അവിടെ നിന്ന് നോക്കുന്നവരെ നമുക്ക് കാണാം. അയർലൻഡ് നോക്കുന്നവരെ ന്യൂയോർക്കാണെന്ന് തോന്നുന്നു. സിറ്റി ലൈവായ ക്യാമറ അവിടെ ഇവിടെ ഉണ്ട്. മനുഷ്യരാണ് എല്ലാവരും. എന്തെങ്കിലുമൊക്കെ ജോലി. ഞാൻ പെട്ടെന്ന് നോർത്ത് റിപ്പബ്ലിക് പോലത്തെ നോർത്ത് കൊറിയയാണ്. അവരൊന്നും അറിയുന്ന പോലും ഇല്ല ഇങ്ങനെയൊക്കെ സൗകര്യങ്ങൾ ഉണ്ടെന്നൊക്കെ. ഇന്റർനെറ്റ് പോലും ഇല്ലല്ലോ. അറിയുമെങ്കിലും ഇതാകൊള്ളായിരുന്നു. ഫോൺ പോലും വേറെ കമ്പനികൾ ഉപയോഗിക്കാൻ പറ്റത്തില്ല. അവിടുത്തെ തന്നെ ഏതാണ്ട് ഒരു ബ്രാൻഡ് ഒക്കെ ഉള്ളത്. അപ്പൊ ജനങ്ങൾക്ക് അറിയായിരിക്കും ഇതിന് പുറത്തൊരു ലോകം ഉണ്ടെന്നോ. അത് സെർച്ച് ചെയ്ത് എടുക്കാൻ പറ്റുന്നില്ലായിരിക്കും. ഇല്ല. അപ്പൊ ഇങ്ങനെ ലോകം ഉണ്ടെന്നോ ഇത്രയും ടെക്നോളജി ഒക്കെ വളർന്നിട്ടുണ്ടെന്നോ ഒക്കെ അറിയുന്നുണ്ടോ? ഇല്ലായിരിക്കും. പ്രതികരിക്കാത്ത റഷ്യയൊക്കെ. റഷ്യയുടെ അല്ലേ നോർത്ത് കൊറിയ? അല്ല, അതാ എന്തുകൊണ്ട് റഷ്യയൊക്കെ അതിനെ. കാരണം ഇപ്പൊ ഈ പറഞ്ഞ പോലെ ചൈനയിൽ അതിന് ആപ്പിളൊക്കെ ഉണ്ട്. എല്ലാം അവർക്ക് റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. ഗൂഗിളൊക്കെ ഉപയോഗിക്കാം. ഗൂഗിൾ എന്ന് പറയുന്നത് അഭിപ്രായം പറയാൻ പറ്റത്തില്ലെന്ന് തോന്നുന്നു. അല്ല, ഗൂഗിൾ ഇല്ലേലും അവർക്ക് വേറെ സെർച്ച് എഞ്ചിൻ ഉണ്ടല്ലോ. അവിടെ അതൊന്നും ഇല്ലല്ലോ. സ്മാർട്ട് ഫോൺ പോലും ചിലപ്പോ കാണത്തില്ല. സ്മാർട്ട് ഫോൺ ഉണ്ട്, പക്ഷെ അവരുടെ തന്നെ സാധനങ്ങള്. പക്ഷെ കംപ്ലൈന്റ് ഒന്നും അങ്ങനെ കേട്ടിട്ടില്ല വണ്ടി. TVS ഇലക്ട്രിക് ഇറക്കി, പിന്നെ ഹീറോ ഇറക്കുന്നുണ്ടല്ലോ. ഹീറോ വിട പക്ഷെ ഭയങ്കര കംപ്ലൈന്റ് ഉണ്ട്. അതിന്റെ വീലിന് എന്തോ പ്രശ്നം. ആ ഒരു ഹോണ്ട ഉണ്ട്, പക്ഷെ ഹോണ്ട കേരളത്തിൽ വന്നില്ല. ഇലക്ട്രിക് ഉണ്ട്. ഹോണ്ട ആക്റ്റീവ ഇലക്ട്രിക് ബാംഗ്ലൂർ ഉണ്ട്. അവർക്ക് ആ രണ്ട് ബാറ്ററി ഉള്ളേ അത് കൊണ്ടുവന്നില്ല. ചാർജിങ് സ്റ്റേഷനിലോട്ട് എടുത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് അതുപോലുള്ള 2 ബാറ്ററി എടുത്തോണ്ട് പോവാം. അത് അവർക്ക് ടെസ്റ്റ് ചെയ്ത് അതിന്റെ ബാറ്ററി ഹെൽത്ത് നോക്കിയിട്ട് അവര് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ.
എവിടേക്കോ ഒക്കെ പോകുന്ന ആൾക്കാരല്ല. എന്നൊരു റൂമാണ് booking.com-ൽ. റൂം എടുത്തത് ഏക ലൈഫ് ഇൻ ഓക്കെ. അല്ലെങ്കിൽ ഈ കോയമ്പത്തൂർ CNG എടുത്തിട്ട് പമ്പി വന്നേ. പമ്പി നല്ല ക്യൂവാ. റെഡ് ടാക്സിനൊരു ടാക്സി ഉണ്ട് ഇവിടെ. ഇവരാണ് ഇവിടുത്തെ CNG വണ്ടികളല്ല, ഇവരവിടെ ക്യൂ ഉണ്ട്. ഇത്രയും വണ്ടികളുണ്ട്. ടാക്സി വണ്ടിക്ക് ലാഭമാണ്. ഈ CNG പമ്പ് ഇവിടെ MTP റോഡിലാണ്, കോയമ്പത്തൂർ. സായിബാബ കോളനി എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്, സായിബാബ കോളനി. ഞങ്ങളിവിടെ ഒരു ബാർബിക്യൂ ഷോപ്പിലെത്തി. വൈകുന്നേരം ഡിന്നർ കഴിക്കാൻ വെച്ചു. ബാർബിക്യൂയിൻ റെസ്റ്റോറൻറ്റ്. അത്യാവശ്യം റേറ്റിംഗ് ഉള്ളൊരു ഹോട്ടലാണ് കോയമ്പത്തൂർ. അതൊക്കെ അവിടെ സ്പെഷ്യലുണ്ട്. എന്തോ അതൊക്കെ വായിച്ച് ചോദിക്കണം. ആംബിയൻസൊക്കെ കൊള്ളാം. കോയമ്പത്തൂരാണെങ്കിലും ഹോട്ടലൊക്കെ ഇങ്ങനെയൊക്കെയാണ്. അൽഫാം തന്തൂരിയും പറഞ്ഞു. ഇതിന്റെ കൂട്ടത്തിൽ ഇതില്ല, കുബൂസില്ല ആണോ? ഞങ്ങൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു. ഞങ്ങൾ ഉറങ്ങാൻ പോവാം. നാളെ എക്സാം. അപ്പോൾ റൂമാണ്. റൂമിൻ്റെ കാര്യങ്ങളൊക്കെ ബാക്കി കാണിക്കാം, നാളെ കാണിക്കാം. ഗുഡ് നൈറ്റ്.